പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ചാനൽ ബ്ലസ് വിജയൻ മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ഇന്ന് വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ മുഴുവനായിട്ട് ദയവേത് കാണണം, അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എപ്പോഴും, ഒരു പക്ഷേ നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ, സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിത്യജീവനാണ് നമ്മുടെ എപ്പോഴത്തെ ഒരു 90% ടോപ്പിക്കും നിത്യജീവനെ പറ്റിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഭാവിയിൽ നരകത്തെ പറ്റിയിട്ടും പിന്നീട് സ്വർഗത്തെ പറ്റിയിട്ടും. സോ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വിശുദ്ധരുടെ ജീവിതത്തിൽ ആധികാരികമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മരണാനന്തര അനുഭവങ്ങളും അതുപോലെ പ്രത്യക്ഷീകരണങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ നരകത്തെ പറ്റിയിട്ടൊക്കെയുള്ള ഈ വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. സോ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള പുസ്തകം നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഇതിന് ശേഷമുള്ള ജീവിതത്തിലോട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു കാര്യം മറന്നു പോവുകയാണ്. സോ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ നമുക്കൊരു പുസ്തകം ആവശ്യമാണ്. നമുക്ക് ഏതെങ്കിലും പ്രത്യേക കാലഘട്ടങ്ങളിൽ, പ്രത്യേക സീസണിൽ നമുക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ, നോമ്പ് കാലത്തായിക്കൊള്ളട്ടെ, ഏത് ടൈമിലാണെങ്കിലും നമുക്ക് വായിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫാദർ ഷൂപ്പെ എഴുതിയ ദി ഡോഗ്മ ഓഫ് പ്രഗിട്രിയുടെ മലയാളം ട്രാൻസ്ലേഷനാണിത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് കുമ്പസാര സഹായം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പുസ്തകത്തിൽ 2 പാർട്ടായിട്ടാണ് ഇതുള്ളത്. ഞാനിത് 10 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വായിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഇത് ഒരല്പം വലിയ പുസ്തകമാണ്. ഓൾമോസ്റ്റ് 800 ഗ്രാം വെയിറ്റ് ഉണ്ട് ഈ പുസ്തകത്തിന്. 500-ലധികം പേജസ് ഉണ്ട്. ഏറ്റവും നല്ല ബൈൻഡിങ്ങും ഏറ്റവും വില കൂടിയ പേപ്പേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ചിലർ ചോദിക്കാം, ഇത് വളരെ ചെറിയ എന്താ പറയുക, പ്രിൻറ്റിങ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുത്തുകൂടെ, അപ്പോൾ ഒരുപാട് പേരിലോട്ട് എത്തത്തില്ലേ എന്നുള്ളത്. നമ്മൾ ഈ പാപിനിയായ സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്നിട്ട് ആ വ്യക്തി ചെയ്തൊരു കാര്യമുണ്ട്. എനിക്കൊന്ന് 300 ദനാറയാണെന്ന് തോന്നുന്നു. അത്രയും വില കൂടിയ സുഗന്ധ തൈലം ഈശോയുടെ കാൽക്കൽ ഒഴിച്ച് അവൾ തീർത്തു. ഇത് കണ്ടിട്ടാണ് അടുത്ത് നിന്നിരുന്നവർ പറഞ്ഞത്, കർത്താവെ, ഇത് ദരിദ്രർക്ക് കൊടുത്തുകൂടെ? നമ്മളും സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഈശോ അതിനെ എതിർക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പെർഫെക്റ്റിൽ, അതിൻ്റെ എന്താ പറയുക, മനോഹാരിതയിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അത് ഞാൻ ബെന്നി പുന്നത്രയുടെ പ്രലോഭനങ്ങളെ വിടാവുന്ന പുസ്തകത്തിൽ ബെന്നി സാറും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഷാലോം മാഗസീന് നിങ്ങൾ നോക്കിക്കാണാം, അവർ ഏത് രീതിയിൽ പേപ്പേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്നാൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന മാഗസീൻസ്, ചില ധ്യാന കേന്ദ്രങ്ങളുടേത് റീയൂസ്ഡ് പേപ്പർ, വളരെ ഗ്രേ കളറായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ ആ ബെന്നി പുന്നത്രയിൽ നിന്നാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ളത് പ്രിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധ ബൈബിള് പ്രിൻറ്റ് ചെയ്തതുപോലെ, ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, മെഷീൻ പ്രിൻറ്റിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, പേജസ് ഒന്നും പെട്ടെന്ന് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേജസിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു സൈഡിലുള്ള എഴുതിയിരിക്കുന്നത് മറ്റു അടുത്ത പേജിൽ നമുക്ക് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണത്തില്ല. അത് കട്ടിയുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ചെയ്തതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ ഞാൻ പരമാവധി റേറ്റ് കുറയ്ക്കാൻ നോക്കി. പക്ഷേ നമുക്ക് എൻ്റെതല്ലല്ലോ പ്രസ്, അപ്പോൾ അവർ പറയുന്ന റേറ്റിനെ നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് മുഴുവനും കാണണം. ഞാൻ റേറ്റിൻ്റെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഈ പുസ്തകം, ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മെയിൻലി നിങ്ങളുടെ ക്യാരക്ടർ മാറും എന്നുള്ളതാണ്. ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 4-5 തവണ വായിച്ചിട്ടുണ്ടാവണം. ഈ 4-5 തവണ വായിച്ചത് വഴി എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എന്നുള്ളത് എന്നെ അടുത്തറിയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഈ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അതുപോലെ നിത്യജീവനെ പറ്റിയുള്ള കാഴ്ചപ്പാട് കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഇതിന് 10 പാർട്ടുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പൊസിഷനെ കുറിച്ച്, 2 ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകൾ എപ്രകാരമുള്ളതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സഫറിങ്സ് ആണ്. 3 ശുദ്ധീകരണ സ്ഥലത്തെ വ്യത്യസ്ത പീഡനങ്ങൾ. 4 ശുദ്ധീകരണ സ്ഥലത്തെ ദൈർഘ്യം, ശുദ്ധീകരണ സ്ഥലത്തെ 1 വർഷം എന്നൊക്കെ പറഞ്ഞ ഏകദേശം എത്രയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തെ കഷ്ടപ്പാടിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത്രമാത്രം നമ്മൾ അവിടെ നിന്ന് സഹിക്കുന്നു. 6 കാരുണ്യത്തിലുള്ള വലിയ വിശ്വാസം. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയം വരും. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവത്തിലുള്ള പൂർണ്ണ കോൺഫിഡൻസ് വഴി നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളത്. 7 പരിശുദ്ധ കുർബാന എങ്ങനെയാണ് ഈ ആത്മാക്കളെ മോചിപ്പിക്കുന്നത്. ഈ പുസ്തകം വഴി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റൊരു കാര്യം ഇത്രയേ ഉള്ളൂ, പരിശുദ്ധ കുർബാനയിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എത്തിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഡാനിയൽ അച്ഛന് 40 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും. പരിശുദ്ധ കുർബാനയുടെ ശക്തി എല്ലാം പരിഹരിക്കാൻ പറ്റുന്നതാണ്. സോ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കെട്ടുകൾ എവിടെയാണ് കിടക്കുന്നത്. ഞാനിത് ഇതിൻ്റെ ഇൻഡെക്സ് പേജ് വായിച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ പരിശുദ്ധ കുർബാന വഴി എങ്ങനെ ആത്മാക്കൾ രക്ഷപ്പെടുന്നു, അങ്ങനെ ഗ്രിഗോറിയൻ കുർബാന ഇങ്ങനെ നിലവിൽ വന്നു, അതുപോലെ മാർപ്പാപ്പന്മാരുടെ ചരിത്രങ്ങൾ, അതുപോലെ ഒരു ദിവസം തന്നെ 1100 കുർബാനകൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്ന രാജ്ഞിമാരുണ്ടായിരുന്നു അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ 8ാമത്തെ ഭാഗം ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കുള്ള മറ്റ് ആശ്വാസങ്ങൾ, എങ്ങനെയാണ് അവർക്ക് ആശ്വാസങ്ങൾ ലഭിക്കുന്നത്, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 9ാമത്തേത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ശുദ്ധീകരണാത്മാക്കൾ, നമ്മളിതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ തിരിച്ചവർ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. 10ാമതായിട്ട് നമുക്കുള്ളതാണ്, അതായത് ഭൂമിയിൽ വെച്ച് നമുക്കെങ്ങനെ പരിഹാരം ചെയ്യാം എന്നുള്ളതാണ്. ഭൂമിയിൽ വെച്ച് നമുക്കെങ്ങനെ. അപ്പോൾ അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും 6 മാർഗങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ പരിശുദ്ധമായ കാര്യം ഇനി ഞാൻ ഇതിലുള്ള ചില കാര്യങ്ങളും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്നിട്ട് ഞാൻ ഈ പുസ്തകത്തിനെ പറ്റിയിട്ട്, ഈ പുസ്തകം ആർക്കാണ് ഫ്രീ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ ചിലർ വിളിച്ചിട്ട് പറയാറുണ്ട്, ചേട്ടാ ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല, ഒന്നും മെച്ചപ്പെടുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, വിവാഹം നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിലും ഇതേപോലെ സമാന സംഭവങ്ങളുണ്ട്. അപ്പം മനസ്സിലാവുന്നത് അവരവരുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് അവർ കുർബാന ചൊല്ലിക്കുന്നില്ല. പ്രധാനമായിട്ടും പൂർവികരുടെ സമ്പത്ത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പൂർവികർ വാങ്ങിച്ചു കൊടുത്ത ഏക്കർ കണക്കിന് സ്ഥലമോ അല്ലെങ്കിൽ അവർ നട്ട റബ്ബർ മരങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും. പക്ഷേ പൂർവികർക്ക് വേണ്ടി ആണ്ടിൽ മാത്രമേ കുർബാന ചൊല്ലിക്കുന്നുള്ളൂ. അത് ചിലപ്പോൾ മറന്നുപോകും. വിശുദ്ധ ജോൺ മരി വിയാനി പറയുന്നത് ആണ്ടിൽ മാത്രം പൂർവികരെ ഓർക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിത്യ നരകത്തിൽ വരെ പോകാൻ സാധ്യതയുണ്ട് എപ്പോഴും പൂർവികരുടെ സ്വത്ത് കൈവശമാക്കിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ. സോ ദാനധർമ്മം, പരിശുദ്ധ കുർബാന വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് വിവാഹം നടന്ന ആൾക്കാർ. എന്താ സംഭവിക്കുന്നത്? നമ്മൾക്കൊരു തടസ്സം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് ജോലി ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ മക്കളുടെ പഠനം ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് രോഗം വരുന്നു. ഇങ്ങനെ പോകുമ്പോൾ വെളിപ്പെടുന്നു, ധ്യാനകേന്ദ്രങ്ങളിലോ കൗൺസിലിങ്ങിലോ വെളിപ്പെടുന്നു, നിങ്ങളുടെ ഇത്രാമത്തെ തലമുറയിൽ പൂർവികൻ കയറിപ്പോയിട്ടില്ല. അപ്പോൾ അയാൾ കയറ്റിവിടാനാണ് ദൈവം എനിക്ക് സഹനം അനുവദിച്ചിരിക്കുന്നത്. കാരണം ഈ സഹനം വന്നാലേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മൾ ആരും ബോധപൂർവ്വം എൻ്റെ ഈ 3ാമത്തെ തലമുറയിൽ ഇന്ന് അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. സോ സഹനം വരുമ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുക, എത്ര വിളിച്ചിട്ട് ഇയാൾ കേൾക്കുന്നില്ല. അപ്പോൾ അവസാനം മുകളിലുള്ള വ്യക്തി എന്ത് ചെയ്തു, ഒരു ചെറിയൊരു കല്ലെടുത്തിട്ട് ഈ താഴെയുള്ള ആളുടെ തലയിലോട്ട് ഇട്ടു, ചെറിയ കല്ല്. ഉടനെ ഇയാൾ മുകളിലോട്ട് നോക്കി, അപ്പോഴാണ് വിളി കേട്ടത്. എന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ പോകുന്നു, നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണ്? വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, കയ്യിലൊന്നും നിൽക്കുന്നില്ല, അതുപോലെ തന്നെ രോഗങ്ങൾ, ദുരിതങ്ങൾ, ഒരു അഭിവൃദ്ധിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗം മാറാൻ, ദുരിതം മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ, നമ്മുടെ മുരടിപ്പ് മാറാൻ, ആത്മീയ വളർച്ച ഇല്ലായ്മ മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോഴ്സ് പൂർവികരിൽ നിന്ന് ഞാൻ കണ്ടിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായത്തിൽ ഒരു 99% നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം പൂർവികരിൽ നിന്നാണ് വരുന്നത്. കാരണം ദൈവം ഈ തലമുറയിൽ നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല എങ്കിൽ ജോലി കിട്ടരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ പൂർവികർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചിട്ട് നിയോഗമായിട്ട് മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഇതുവഴി എനിക്ക് നല്ലൊരു ജോലി തരണമേ. സോ ആ പൂർവികൻ കയറി പോകുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് ജോലി ലഭിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതാണ് ഡാനിയൽ അച്ഛൻ ഈ 40 ദിവസത്തെ ക്ലാസ്സിൽ അച്ഛൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് എല്ലാത്തിനും പരിഹാരം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് എത്തും. അങ്ങനെ പരിശുദ്ധ കുർബാന ചൊല്ലിക്കുമ്പോഴുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് അതിനോടൊപ്പം പറയാനുള്ള വേറൊരു കാര്യം ഇതാണ്, ഈ പുസ്തകം വാങ്ങിക്കുന്ന 150 പേർക്ക്, ആദ്യം ഓർഡർ ചെയ്യുന്ന 150 പേർക്ക് മുന്നറിയിപ്പും ഒരുക്കവും എന്ന ഈ പുസ്തകവും സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം ആദ്യത്തെ 150 പേര്, ഓൾറെഡി ഒരു 50 പേര് ഓർഡർ ചെയ്ത്, 50-ലധികം പേര് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ ഈ ഇൻഫർമേഷൻസൊക്കെ ആദ്യം പങ്കുവെക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും വാട്സാപ്പ് ചാനലിലുമാണ്, പിന്നീട് യൂട്യൂബിലോട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗരബന്താൾ സന്ദേശങ്ങൾ എന്ന പുസ്തകം അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. പിന്നെ റോമിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പുസ്തകം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കഴിഞ്ഞു, കോപ്പീസ് കഴിഞ്ഞു, തീർന്നു. ഇനി ഒരു 100-500 പേരൊക്കെ വേണമെന്ന് പറഞ്ഞാലേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വിലയാവും. കാരണം ഇതെല്ലാം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വില കൂടുതലാണ്. സോ ഈ ശുദ്ധീകരണാത്മാക്കളുടെ പുസ്തകത്തിനോടൊപ്പം മുന്നറിയിപ്പ് ഒരുക്കുന്ന പുസ്തകവും ഫ്രീ ആയിട്ട് കിട്ടും. ആദ്യം ഓർഡർ ചെയ്യുന്ന 150 പേർക്ക്. ഓക്കെ, ഇനി ഈ പുസ്തകം ഒരല്പം വിലയുള്ളതാണ്. സോ പക്ഷേ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം, വായിച്ചവർ മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ, ബ്രദർമാരായിക്കൊള്ളട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വചനം പ്രവേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം സൗജന്യമാണ്. നിങ്ങൾ ഡെലിവറി ചാർജ് മാത്രം അടച്ചാൽ മതി. ഓക്കെ. പിന്നെ മറ്റൊന്ന്, കാത്തലിക് ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശബ്ദവും ഉപയോഗിച്ച് ഈശോയെ പ്രവേശിക്കുന്നവരാണെങ്കിൽ, ജസ്റ്റ് ഡാനിയൽ അച്ഛൻ്റെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബിലിടുന്നു എന്നല്ല, പബ്ലിക്കായിട്ട് നിങ്ങൾ ഈശോയെ പ്രഘോഷിക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കും ഈ പുസ്തകം സൗജന്യമാണ്. കാരണം നിങ്ങളിത് വായിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സൗജന്യം എന്ന് പറയുന്നത്. നിങ്ങളും ഡെലിവറി ചാർജ് മാത്രം പേ ചെയ്താൽ മതി. അതുപോലെ മൂന്നാമത്തെ വിഭാഗം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ആദ്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളിത് മിസ്യൂസ് ചെയ്യരുത്. ഈ ഓപ്ഷൻ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക, അഷിക്ക് ഇത്രയും വില കൊടുത്ത് എനിക്കിത് വാങ്ങിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതെനിക്ക് വായിക്കണം അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ ഉറപ്പായിട്ടും വായിക്കും എന്ന് അത്രയും ദാരിദ്ര്യ അവസ്ഥയിലുള്ളവരാണെങ്കിൽ, ഒരു 100 രൂപ പോലും എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ വില കേട്ട് നിങ്ങൾ വാങ്ങിക്കാതിരിക്കരുത്. നിങ്ങൾക്കിത് സൗജന്യമായിട്ട് തരും. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളും ഡെലിവറി ചാർജ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നമ്മുടെ സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഒരു വലിപ്പവും ഓൾമോസ്റ്റ് അതിൻ്റെ തിക്നെസ്സും ഉണ്ട് ഇതിന്. സോ ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർക്കരുത്. പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ട് പയ്യെ പയ്യെ വായിച്ച് നിങ്ങൾ പോകണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകം നിങ്ങളിലോട്ടെത്തും. സോ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മളും ദൈവവും തമ്മിലുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കത്തില്ല, നിങ്ങളുടെ വരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ ചോദിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. സോ ഇത് നിങ്ങളും ദൈവവും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് അർഹതപ്പെട്ടവരിലോട്ട് മാത്രം ഇത് എത്തണം എന്നുള്ളതുകൊണ്ട് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ മാത്രം ഇത് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. ബാക്കി അല്ലാത്തവർ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ ഇത് വാങ്ങിച്ചിരിക്കണം. കാരണം നിങ്ങൾക്കാണിത് കൂടുതൽ ആവശ്യം. എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് പിടികിട്ടും. സോ ഡാനിയൽ അച്ഛൻ്റെ ക്ലാസ്സും കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മേഖല, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഡാനിയൽ അച്ഛൻ ഈ പൂർവികരുടെ മേഖലയെ സ്പർശിച്ചു എന്നുള്ളതുകൊണ്ട്. കാരണം ഞാനും എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത് തന്നെ ഈ പൂർവികരുടെ മേഖലയെ പറ്റിയിട്ട് ഞങ്ങൾ ഒരു 90% സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൽറൂഹിൽ ഞാൻ പോയി, ശനിയാഴ്ച. ഞങ്ങൾക്ക് ബിൽഡിംഗ് കാത്തലിക് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, യൂത്ത് പിള്ളേരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളേരെയും കൊണ്ട് പോയപ്പോൾ എന്നെ വീഡിയോയിലൂടെ കണ്ട് പരിചയമുള്ള ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം ചേട്ടൻ പറഞ്ഞു, വൈഫിന് ഉദരത്തിൽ മുഴയോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒന്നും തോന്നരുത്, എനിക്ക് മെസ്സേജ് കിട്ടിയൊന്നുമില്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ചേട്ടനോ ചേട്ടൻ്റെ മാതാപിതാക്കളോ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാ കൗൺസിലേഴ്സും ഇതേ കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം അവർക്ക് അറിയാത്ത ഏതോ പൂർവികരാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ ഉദരത്തിലെ പ്രശ്നം മാറണമെന്ന് പ്രാർത്ഥിച്ചത് മാറത്തില്ല, ഇതിൻ്റെ റൂട്ട് കിടക്കുന്നത് പൂർവികരില്ല. അപ്പോൾ ഈ ഒരു മേഖല ഡാനിലച്ചൻ തൊട്ടത് വളരെ നന്നായി. കാരണം ഞാൻ പറഞ്ഞില്ല, 99% നമ്മുടെ പ്രശ്നങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ, ഈ പൂർവികരുടേത്. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയാലോ. 1-ാം കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്നു, പക്ഷെ എന്നിട്ടും തടസ്സങ്ങൾ മാത്രം. അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക, പൂർവികരുടെ മേഖല ക്ലിയർ ആക്കിയാലാണ് ഇത് ക്ലിയർ ആവത്തുള്ളൂ എന്നുള്ളത്. ഏത് വിഷയമായിക്കൊള്ളട്ടെ. അപ്പോൾ ഡാനിലച്ചൻ ഈ മേഖല സ്പർശിച്ചത് വളരെ എനിക്ക് സന്തോഷം നൽകിയൊരു കാര്യമാണ്. കാരണം അച്ഛന് കൂടുതൽ ആൾക്കാരോട്ട് റീച്ചുണ്ട്. അപ്പോൾ ആളുകൾ ഈ മേഖല മനസ്സിലാക്കിയാൽ അവർക്ക് ഒത്തിരി എറ്റേണൽ ലൈഫിനെ പറ്റി ഉള്ള ബോധ്യം ലഭിക്കും. ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുടെ പിന്നിൽ കാരണം എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ എന്താണേലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പൈസ കേട്ടിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ആണ്. ഈശോ എല്ലാവരും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിവ ക്രിസ്റ്റോറെ.